ഗസയിൽ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേലിനുമേൽ ശക്തമായ സമ്മർദ്ദം വേണമെന്ന് ഹമാസ്. നിരായുധീകരണം ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചു. 24 മണിക്കൂറിനിടെ ഒരു കുഞ്ഞുൾപ്പെടെ 7 പേർ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഗസയിലെ ഇടക്കാല സർക്കാരിൽ നിന്ന് അകന്നു നിൽക്കാൻ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ. ഈ മാസം 29-ന് ട്രംപും നെതന്യാഹുവും നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര സേനാ വിന്യാസവും ചർച്ചയാകും. ഗസയിൽ പോഷകാഹാരക്കുറവ് 10,000-ഓളം കുഞ്ഞുങ്ങളെ ബാധിച്ചതായി യൂണിസെഫ് അറിയിച്ചു. ജെറൂസലമിൽ യുണർവ ഓഫീസിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ UN പ്രതിഷേധിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇതുവരെ എവിടെ എത്തി നിൽക്കുന്നു ചർച്ചകൾ? എല്ലാ ആവശ്യങ്ങളും ട്രംപ് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ സാധ്യമാകാനാണ് സാധ്യത കാണുന്നത്? ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇതിന് ഏതാണ്ട് ഇപ്പോൾ ഈ വെടിനിർത്തൽ 2 മാസത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായിരിക്കുന്നത്. ഈ മാസം 29-നാണ് വൈറ്റ് ഹൗസിൽ ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിലൊരു യുദ്ധാനന്തര സർക്കാർ രൂപവൽക്കരണം, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം, ഭാവി യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടുള്ള ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വരാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഹമാസ് തങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ന് നടത്തിയിരിക്കുന്നത്. അതായത് ഈ നിലയ്ക്കാണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം 2 മാസത്തിൽ എത്തി നിൽക്കുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഓരോ സമയത്തും ഇസ്രായേൽ അത് ബോധപൂർവം തന്നെ അത് ലംഘിക്കാനും നിരവധി പലസ്തീനികളെ കൊന്നൊടുക്കാനുമാണ് തുനിഞ്ഞത്. ആ നീക്കം തന്നെയാണ് തുടരുന്നതെങ്കിൽ ഈ രണ്ടാം ഘട്ട ചർച്ച കൊണ്ട് യാതൊരു കാര്യവുമില്ല. അത്തരമൊരു ചർച്ചയെ സംബന്ധിച്ച ചില പുനരാലോചനകൾ ആവശ്യമായി വരും എന്നാണ് ഇപ്പോൾ ഹമാസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതിനകം ഈ 2 മാസത്തിനുള്ളിൽ 700-ലധികം തവണയാണ് ഇസ്രായേൽ ഈ വെടിനിർത്തൽ ലംഘിക്കുകയും ഏതാണ്ട് 370-ഓളം വരുന്ന പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യവും ഈ വെടിനിർത്തൽ കാലയളവിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. 1000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ മറ്റു വാഗ്ദാനങ്ങളൊക്കെയും അത് നടപ്പാക്കാനുള്ള ഒരു താല്പര്യവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. റഫ അതിർത്തി തുറന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് നടന്നിട്ടില്ല. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അക്കാര്യവും നടന്നിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഈ ആദ്യഘട്ട വെടിനിർത്തൽ പലസ്തീൻ താല്പര്യങ്ങളെ ഗുരുതരമായി തന്നെ ഹനിക്കുന്നൊരവസ്ഥയാണുള്ളത്. പേരിന് മാത്രമാണ് ഈ വെടിനിർത്തൽ നിലനിൽക്കുന്നത്. പക്ഷെ നിരന്തരം അത് ലംഘിക്കുകയും യെല്ലോ ലൈൻ മറികടന്നുകൊണ്ടുള്ള ആക്രമണം ഒരു നിത്യ സംഭവമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ, വളരെ മൂർത്തമായിട്ടുള്ള ചില ഉറപ്പുകൾ തങ്ങൾക്ക് വേണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളോടും അമേരിക്കയോടും ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടുള്ള ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പ്രതികരണം നോക്കി മാത്രമായിരിക്കും തുടർ നീക്കങ്ങളുമായിട്ടുള്ള സഹകരണം എന്നുകൂടി ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെയും അമേരിക്കയെയും അറിയിച്ചിട്ടുണ്ട്. ധന്യ. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ടോ? എവിടെയായിരിക്കും കൂടിക്കാഴ്ച നടക്കുക? മാത്രമല്ല മറ്റാരൊക്കെയായിരിക്കും കൂടിക്കാഴ്ചയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കെടുക്കുക? ആ കൂടിക്കാഴ്ചയെ എത്രത്തോളം പ്രതീക്ഷയോടെ ലോകം കാണുന്നു? ഇതിന് തീർച്ചയായിട്ടും വളരെ നിർണായകം തന്നെയാണ് ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന കൂടിക്കാഴ്ച. അതിനുവേണ്ടി നെതന്യാഹു പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായിട്ടുള്ള കൂടിയാലോചനകളിൽ ഇസ്രായേലിൽ പുരോഗമിക്കുന്നതായിട്ടാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ അന്തർദേശീയ സ്വഭാവത്തിലുള്ള ഒരു സേനാ വിന്യാസത്തിന്റെ മുന്നോടിയായി ഒരു ഭരണ സംവിധാനം ഗസയിൽ വരേണ്ടതുണ്ട്. കാരണം ഗസയിൽ ഹമാസിന്റെ തന്നെ ഒരു ഭരണം തുടരുന്ന സാഹചര്യത്തിൽ ഒരു നിലയ്ക്കും രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു പുതിയ ഒരു ഭരണ സംവിധാനം, ഇടക്കാല ഭരണസമിതി രൂപവൽക്കരിക്കാനുള്ള 20-ന് ട്രംപിന്റെ ആ പദ്ധതിയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നത്. നേരത്തെയൊക്കെയും അമേരിക്കയും വ്യക്തമാക്കിയത് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇത്തരമൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നായിരുന്നു. പക്ഷേ ടോണി ബ്ലെയർ ഈ ഒരു ഭരണ സംവിധാനത്തിൽ വരുന്നതിനോട് അറബ്
മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ 2003 നടന്ന ഇറാഖിലുള്ള അമേരിക്കൻ അധിനിവേശത്തിന്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും സൈന്യത്തെ അയച്ചു കൊടുക്കാനും അത്തരമൊരു ആക്രമണത്തിന് മുന്നിൽ നിന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ടോണി ബ്ലെയർ ഒരു നിലയ്ക്കും തന്നെ ഈ ഗസയിലെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അറബ് ലീഗും അതോടൊപ്പം തന്നെ OIC രാജ്യങ്ങളും വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇന്നിപ്പം ലണ്ടനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഫിനാൻഷ്യൽ ടൈംസ് ആണ് ടോണി ബ്ലെയർ ഈ ഒരു നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായ റിപ്പോർട്ടുകൾ വളരെ പ്രാധാന്യപൂർവ്വം തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഔദ്യോഗികമായിട്ടുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ടോണി ബ്ലെയർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പകരം ആരെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും നിർദ്ദേശിക്കുക എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഫലസ്തീനികളുടേതായിട്ടുള്ള ഫലസ്തീൻ ഡെമോക്രാറ്റുകളും മറ്റും ഉൾപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് വേണ്ടത്. പുറമെ നിന്നുള്ള ആളുകൾ അത്തരമൊരു ഭരണ സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ വളരെ കണിശമായി തന്നെ ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ഈ 29 നടക്കുന്ന ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചയിൽ നിർണായകമായിരിക്കും. ഗസയുടെ പുനർനിർമ്മാണം ഹമാസ് ഇല്ലാതെ ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കൽ, ഇതിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ്? നേരത്തെ തന്നെ നമുക്കറിയാം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും അത് ആവർത്തിക്കുകയും നിരവധി ആളുകൾക്ക് വീണ്ടും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് വന്നു എന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 2 നീക്കങ്ങളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ കടക്കുന്നത്. അതിൽ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടിലാണ്, എത്രത്തോളം വിശ്വാസ്യതയാണ്? ഇതിൽ നേരത്തെ നടന്ന പല ചർച്ചകളിലും ഹമാസ് നേതൃത്വത്തിന് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഭരണം തങ്ങൾക്കൊരു വലിയ അജണ്ടയായി കാണുന്നില്ല. ഭരണം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അറബ് മുസ്ലിം രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഗസയുടെ ഭരണം ഉപേക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിച്ചതാണ്. അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷെ പകരം ആര് വരുന്നു, ആരിലേക്ക് ഈ ഭരണം നീങ്ങും എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീനികളല്ലാത്ത ഭരണ സംവിധാനത്തെയും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുകൂടി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീനികളുടേതായിട്ടുള്ള ഒരു ഭരണക്രമം തന്നെ അവിടെ വരണം. അതിന് ആ ഫതഹ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ വരുന്നതിനോടും ഹമാസിന് എതിർപ്പില്ല. പിന്നെ രണ്ടാമത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരും. പക്ഷെ അതൊക്കെയും ഒരു ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകുന്ന ഒരവസ്ഥയിൽ അത്തരമൊരു സംവിധാനത്തിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാനും പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം നേരിടാനും തങ്ങൾ ഒരുക്കമാണ് എന്ന് തുടക്കത്തിൽ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. പുതിയ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിനുള്ളൊരു സാധ്യത കൂടി. ഹമാസിന് തീർച്ചയായിട്ടും അവർ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിലുള്ള കാര്യങ്ങളും നിരായുധീകരണം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യാൻ തങ്ങൾ സന്നദ്ധമാണെന്നൊക്കെ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി വെടിനിർത്തൽ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണം. അതോടൊപ്പം തന്നെ അന്തർദേശീയ സൈന്യത്തെ വിന്യസിക്കുന്നതിനോടും തത്വത്തിൽ ഒരു യോജിപ്പുണ്ട്. പക്ഷെ ആ സൈന്യത്തിന്റെ ഘടകം എന്തായിരിക്കണം, അത് അതിർത്തിയിൽ മാത്രം ആ സൈന്യം നിലയുറപ്പിക്കണം. ദൈനംദിന കാര്യങ്ങളിൽ ഗസയിൽ ആ സൈന്യത്തിന് ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. ഖത്തറിന്റെയും തുർക്കിയുടെയും സൈനികർ അതിൽ വേണം എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഖത്തറിന്റെയും തുർക്കിയുടെയും സൈന്യം ഈ അന്തർദേശീയ സൈന്യത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു പിടിവാശിയിലാണ് ഇസ്രായേൽ നേതൃത്വം ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം അങ്ങനെ ഒരു സൈന്യം ഉണ്ട് എങ്കിൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മാറുമെന്നാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക് ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശയപരമായിട്ടുള്ള ഭിന്നത വളരെ വലുതാണ്. അത് എത്ര കണ്ട് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട ആശയവിനിമയത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 29 വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നതും. ഈ ടോണി ബ്ലെയറിന്റെ കാര്യത്തിൽ ആ പിന്മാറ്റം നല്ലതാകില്ലേ? കാരണം ടോണി ബ്ലെയറിനെ എങ്ങനെ അംഗീകരിക്കുമെന്നാണ്, ബ്രിട്ടൻ ചെയ്തത് എന്താണെന്നൊക്കെയുള്ളത് അറിയാവുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഹമാസ് അതിനോട് പ്രതികരിക്കുക? ടോണി ബ്ലെയറിന് പിന്മാറേണ്ട സാഹചര്യമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ആരെ ഏറ്റെടുക്കുമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഇപ്പം ഫതഹ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ ഒരു ഭരണക്രമം വരുന്നതിനോട് ഹമാസിന് എതിർപ്പ് ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ
ഫലസ്തീനികളല്ലാതെ പുറമെ നിന്ന് കെട്ടിയേൽപ്പിക്കുന്ന ഒരു പാവ സർക്കാരിനെ വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരമൊരു സർക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ അതിശക്തമായി തന്നെ ചെറുക്കും. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ തങ്ങൾക്ക് നിർണിതമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെതിരായിട്ടുള്ള ഹമാസിന്റെ ഈ ഒരു തുറന്ന ഒരു ചർച്ചാ സന്നദ്ധതയെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മധ്യസ്ഥ രാജ്യങ്ങൾക്കും സാധ്യതയില്ല. അതുകൊണ്ട് തുർക്കിയും ഈജിപ്തും ഖത്തറും തങ്ങളുടേതായിട്ടുള്ള ഈ നിലപാട് അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തമ്മിൽ വരും ചർച്ച നടക്കും. അതിലൂടെ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത രൂപപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് ഏറ്റവും അവസാനവും ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും പങ്കുവെക്കുന്നത്. ശരി, MCA നന്ദി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ഒരു ചർച്ച തെഹ്റാനിൽ നടന്നിരുന്നു. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം അറക്കപ്പ് ദോഹയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ വാർത്തകളിലേക്കും കടക്കേണ്ടതുണ്ട്. ബന്ധം ഊഷ്മളമാക്കുക എന്നതാണ് ലക്ഷ്യം. ചൈനീസ് മധ്യസ്ഥതയിലാണ് വീണ്ടും യോഗം ചേർന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ. ടെഹ്റാനിൽ വെച്ച് നടന്ന യോഗത്തിൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ സംയുക്ത നിലപാടെടുക്കുകയും ചെയ്തു. സൗദിയുടെ ഇസ്രായേൽ വിഷയത്തിലെ നിലപാടിനെ ഇറാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ചൈനീസ് മധ്യസ്ഥതയിൽ ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ തയ്യാറാക്കിയ ബീജിംഗ് കരാർ നടപ്പാക്കുന്നതിലെ പുരോഗതി ചർച്ച ചെയ്യാനായിരുന്നു യോഗം. പലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. റിയാദിൽ നിന്ന് മിഷാൽ ചെറുപ്പുളശ്ശേരി റിപ്പോർട്ട് ചെയ്യും. ധന്യ, പല രാഷ്ട്രീയ വിഷയങ്ങളിൽ ഭിന്നചേരിയിലായിരുന്ന സൗദിയും ഇറാനും 2 വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിലാണ് ബന്ധം പുനഃസ്ഥാപിക്കാനും ഊഷ്മളമാക്കാനും തീരുമാനിച്ചത്. ബീജിംഗിലായിരുന്നു അന്നത്തെ യോഗം ചേർന്നത്. പിന്നീട് ബീജിംഗ് കരാർ എന്ന പേരിൽ ഇരു രാഷ്ട്രങ്ങളും ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളും അന്നുണ്ടായിരുന്നു. അന്നൊപ്പിട്ട കരാറിലെ നിബന്ധനകളും അതോടൊപ്പം തന്നെ പദ്ധതികളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ സൗദിയുടെ വിദേശകാര്യ സഹമന്ത്രി എഞ്ചിനീയർ വാലിദ് അൽ ഖുറൈജി, അതോടൊപ്പം ചൈനീസ് വിദേശകാര്യ മന്ത്രി മിയാവോ ദിയു, രാഷ്ട്രീയകാര്യ വിഷയങ്ങൾക്കുള്ള ഇറാനിയൻ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മജീദ് തഖ്ത് റവാഞ്ചി എന്നിവരും ഈ ഒരു യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. മേഖലയിൽ രാഷ്ട്രീയമായി 2 ചേരിയിലാണെങ്കിലും ഇറാനുമായി മികച്ച ബന്ധത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് സൗദിയുടെ നിലവിലുള്ള താല്പര്യം. മേഖലയിലുള്ള ഓരോ രാഷ്ട്രങ്ങളുമായും സൗദി മികച്ച ബന്ധത്തിലേക്ക് പോവുകയാണ്. മേഖലയിൽ രാഷ്ട്രീയ സ്ഥിരതയില്ലാതെ വികസന പ്രവർത്തനങ്ങളും GCC ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ വികസനവും പൂർത്തിയാക്കാനാകില്ലെന്ന നിലപാടിലാണ് സൗദി അറേബ്യ ഉള്ളത്. അതിനാൽ തന്നെ പരമാവധി മേഖലയിൽ മെച്ചപ്പെട്ട ബന്ധം എല്ലാ അയൽ രാജ്യങ്ങളുമായി സൂക്ഷിക്കണമെന്നുള്ളതാണ് സൗദി നിലവിൽ സ്വീകരിക്കുന്ന പൊതുവായ പോളിസി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇറാനുമായുള്ള ബന്ധം നിലവിൽ ഊഷ്മളമാക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇറാനിൽ നിന്നും ഹജ്ജിനായി തീർത്ഥാടകർ എത്തിയിരുന്നു. ഈ വർഷം മുതൽ കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിനായി എത്തും. മേഖലയിലെ സ്ഥിരത, സുരക്ഷ, അതുപോലെ തന്നെ സമാധാനം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഈ യോഗത്തിൽ ധാരണയിലെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഫലസ്തീൻ, ലെബനോൻ, സിറിയ എന്നീ രാഷ്ട്രങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തെ അപലപിക്കുകയും ഇസ്രായേൽ ഇതിൽ നിന്നും പിന്മാറണമെന്നും 3 രാഷ്ട്രങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ സൗദിയുടെയും ചൈനയുടെയും ഇസ്രായേലിനെതിരായ നിലപാടിനെ ഇറാൻ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കൂടുതൽ സാമ്പത്തികമായ കരാറുകളിലേക്കും നടപടി ക്രമങ്ങളിലേക്കും പോകും. ഇതിന് മുന്നോടിയായാണ് യോഗം ചേർന്നിരിക്കുന്നത്. ധന്യ. ശരി, മിഷാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനോ രേഖകൾ ശരിയാക്കാനോ ഉള്ള ആനുകൂല്യം ഡിസംബർ 31 അവസാനിക്കുമെന്ന് ROP അറിയിച്ചു. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവർ ആനുകൂല്യം ഉപയോഗപ്പെടുത്തണമെന്നും ROP നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മസ്കറ്റിൽ നിന്ന് അലി കൂട്ടായി ചേരുന്നുണ്ട്. അലി, വിസ വിഷയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് സ്വദേശികളും പ്രവാസികളായുള്ളവരും ശ്രദ്ധിക്കേണ്ടത്?
ധന്യ, പ്രധാനമായും പ്രവാസികൾക്കുള്ള ഒരു ആനുകൂല്യമാണ് ROP, അതായത് റോയൽമാൻ പോലീസ് തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ഇത് പുറപ്പെടുവിച്ചത്. ജൂലൈ 31 മുൻപ് വരെയായിരുന്നു ഇതിൻ്റെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഡിസംബർ 31 വീണ്ടും നീട്ടുകയായിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്ക് രാജ്യം വിടാനുള്ള അല്ലെങ്കിൽ പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് റോയൽമാൻ പോലീസും തൊഴിൽ മന്ത്രാലയവും ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇതിൽ തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്നവർ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിൽ വന്നവർ, നിരവധി ആളുകൾ, പ്രവാസികളടക്കമുള്ള ആളുകൾ, വിവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാം പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരമാണ് റോയൽമാൻ പോലീസ് തുറന്നിട്ടത്. ഇതിൽ തന്നെ ജോബ് വിസ, അതായത് വിസയിൽ തൊഴിൽ വിസയിൽ ഇവിടെ ഉള്ളവർ പോലും വിസ പുതുക്കാനാവാതെ അല്ലെങ്കിൽ അവരുടെ കമ്പനികൾ പുതുക്കി നൽകാത്ത ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പിഴ കൂടാതെ രാജ്യം വിടാനോ മറ്റു ജോലികളിലേക്ക് മാറാനോ ഉള്ള അവസരം കൂടിയാണ് ഈ ഡിസംബർ 31 വരെയുള്ള ഗ്രേസ് പീരീഡിൽ റോയൽമാൻ പോലീസ് അനുവദിച്ച് നൽകിയത്. ഈ ജോബ് വിസയിലുള്ളവർക്ക് 3 വിധത്തിലാണ് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാവുക. അതായത് ഒരു കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി അയാളുടെ ജോബ് വിസ പുതുക്കി നൽകുകയാണെങ്കിൽ അതിൽ തന്നെ അയാൾക്ക് തുടരാം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് അയാൾക്ക് മാറാം. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് മാറുന്നില്ല, അതുപോലെ തന്നെ നിലവിലുള്ള കമ്പനി അയാൾക്ക് ജോബ് അല്ലെങ്കിൽ വിസ പുതുക്കി നൽകുന്നില്ല എങ്കിൽ പിഴ കൂടാതെ അയാൾക്ക് രാജ്യം വിടാനുള്ള അവസരവും ഉണ്ട്. ഇതിൽ തന്നെ ഈ റെസിഡൻസ് കാർഡ് പുതുക്കാത്തവർക്കും അതുവരെയുള്ള പിഴ കൂടി ഒഴിവാക്കി കൊടുക്കുന്ന ഒരു ആനുകൂല്യം കൂടി ഈ കാലയളവിൽ പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിന് ഡിസംബർ 31 ഈ കാലാവധി ഇത് അവസാനിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രവാസികളടക്കമുള്ളവർ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് ROP വീണ്ടും നിർദ്ദേശിക്കുന്നുണ്ട്. ഡിസംബർ 31 ശേഷം, അതായത് ജനുവരി 1 മുതൽ ഒരു അപേക്ഷയും ഇത് സംബന്ധിച്ച് സ്വീകരിക്കുകയില്ല എന്നും ROP പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാസികൾ അടക്കമുള്ളവർക്ക് ഈ കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ ROP ഇത് സംബന്ധിച്ച വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും രാജ്യം വിടാൻ, അതായത് അനധികൃതമായി ഒമാനിൽ തങ്ങുന്നവർക്ക് രാജ്യം വിടാനുള്ള അവസരം ഡിസംബർ 31 അവസാനിക്കുകയാണ്. അവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരമാണ് ഒമാന്റെ റോയൽമാൻ പോലീസും തൊഴിൽ മന്ത്രാലയം തുറന്നിട്ടിരിക്കുന്നത്. ഈ അവസരം പരമാവധി മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ പലരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 31 ഇത് അവസാനിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഡിസംബർ 31 വരെ നീട്ടിയത്. പല ആളുകളും തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇത് നീട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയും അവർ തങ്ങളുടെ രേഖകൾ ശരിയാക്കാനുള്ള സമയം എടുക്കുകയും ഡിസംബർ 31 ഇത് നീട്ടുകയായിരുന്നു. നമ്മളുമായി ബന്ധപ്പെട്ട പല മലയാളികളും ഇത് സംബന്ധിച്ച് അവർ രേഖകൾ ശരിയാക്കുകയും മറ്റു ജോലികളിലേക്ക് മാറുകയും പലരും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി അനധികൃതമായി ആരെങ്കിലും ഒമാനിൽ തങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടെ സ്റ്റാറ്റസ് ശരിയാക്കാനും അല്ലെങ്കിൽ പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു ആനുകൂല്യം കൊണ്ട് സാധ്യമാകുന്നത്. ഇതിൽ തന്നെ വിസിറ്റിംഗ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും വന്നവർ പലരും പല ജോലികൾ ചെയ്ത് ഒമാനിൽ തങ്ങുന്നുണ്ട്. അവർക്കും പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു കാലയളവിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുമ്പ് ഈ ആനുകൂല്യം എല്ലാ പ്രവാസികളും, അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന പ്രവാസികൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടിയാണ് ROP ഓർമ്മിപ്പിക്കുന്നത് തന്നെ. ശരി അലി. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ഗ്രൂപ്പ് സിയിൽ നിന്ന് ജോർദാനും UAEയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ദോഹയിൽ നിന്ന് വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, വലിയ ആവേശമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കളിയുടെ തിരക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെയാണ് ഔട്ടായിരിക്കുന്നത്? ഏത് കളിയാണ് ഇനി നടക്കാനുള്ളത്? തന്നെ ഫിഫ അറബ് കപ്പിലെ ഏറ്റവും അവസാനത്തെ പോരാട്ടങ്ങളാണ് പ്രാഥമിക റൗണ്ടിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞത് ഗ്രൂപ്പ് സിയിലെ 2 മത്സരങ്ങളാണ്. ഖത്തർ സമയം 5 മണിക്കായിരുന്നു മത്സരങ്ങൾ ആരംഭിച്ചത്. ഇതിൽ ആദ്യ മത്സരത്തിൽ ജോർദാൻ ഈജിപ്തിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. അൽഖോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നത്. ഇതോടുകൂടെയാണ് ജോർദാൻ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് അവരുടെ ബെർത്ത് ഉറപ്പിച്ചത്. തൊട്ടു പിന്നാലെ UAEയുടെയും കുവൈത്തിൻ്റെയും മത്സരമായിരുന്നു. 1-നെതിരെ 3 ഗോളിനാണ് UAE ഈ മത്സരത്തിൽ ജയിച്ചത്. ഇതോടുകൂടെ UAEയും ഈ ഗ്രൂപ്പ് സിയിൽ നിന്ന് UAEയും ഇതുപോലെ ജോർദാനും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം ഗ്രൂപ്പ് ഡിയിലേതാണ്. അവസാനത്തെ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരമാണ്. ഇതിൽ അൾജീരിയയുടെ മത്സരം നടക്കുന്നുണ്ട്, സുഡാൻ്റെ മത്സരം നടക്കുന്നുണ്ട്, ബഹ്റൈൻ. ഇങ്ങനെ 4 ടീമുകളാണ് ഇന്നത്തെ ഈ ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഒന്നാമത്തെ മത്സരം. രണ്ടാമത്തെ മത്സരം എഡ്യൂക്കേഷൻ സിറ്റി ദോഹ എഡ്യൂക്കേഷൻ സിറ്റിയിലാണ് രണ്ടാമത്തെ മത്സരം അരങ്ങേറുന്നത്. ഈ ആദ്യ മത്സരത്തിൽ ഈ മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത്
ഈ മത്സരങ്ങൾക്ക് വരുമ്പോൾ ഇത് അൾജീരിയയും ഇറാഖും തമ്മിലാണ് നിലവിലെ മത്സരം, ഒന്നാമത്തെ മത്സരമായിട്ടുള്ളത്. ഇതിൽ ആദ്യ അരമണിക്കൂർ പിന്നിടുന്ന വേളയിൽ ഈ രണ്ട് ടീമും ഗോളൊന്നും അടിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇറാഖിൻ്റെ ഒരു പ്ലെയർ ആദ്യഘട്ടത്തിൽ തന്നെ കളിയുടെ 5-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയൊരു സാഹചര്യമുണ്ട്. ഈ ഗ്രൂപ്പ് ഡിയിൽ മുമ്പിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് അൾജീരിയയും അതുപോലെ ഇറാഖും. അൾജീരിയ ഏകദേശം അടുത്ത റൗണ്ടിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് ബർത്ത് ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണുള്ളത്. അതുപോലെ രണ്ടാമതായി നിൽക്കുന്നത് ഇറാഖാണ്. തൊട്ടടുത്ത് ബഹ്റൈനും അതുപോലെ സുഡാൻ്റെയും മത്സരം നടക്കുന്നുണ്ട്. അൽ റയാലെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം പുരോഗമിക്കുന്നത്. ഇതും ഒരു അരമണിക്കൂർ പിന്നിടുന്ന വേളയിൽ ഇതിൽ ആരും ഗോളടിച്ചിട്ടില്ല. ഏതായാലും ഇന്നത്തോടുകൂടെ ഈ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും. ക്വാർട്ടർ ബർത്ത് ഫിഫ അറബ് കപ്പിൻ്റെ ക്വാർട്ടർ ബർത്ത് ആരൊക്കെ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്ത് യോഗ്യത നേടി എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം വ്യക്തമാകും. നാളെ അവധി ദിനമാണ്. അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. ഇതോടുകൂടി നോക്കൌട്ട് സ്റ്റേജായി. അതിന് പിന്നീട് ഫൈനൽ ഡിസംബർ 18-നാണ് ഫൈനൽ നടക്കുന്നത്. ഏതായാലും ഫിഫ അറബ് കപ്പ് അതിൻ്റെ പ്രാഥമിക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ധന്യ. ശരി അബ്ബാസ്, താങ്ക് യു. MCA പലിക്കൂട്ടായി അബ്ബാസ് വിവരങ്ങൾ. അബുദാബി ബ്രിഡ്ജ് സമ്മിറ്റിന്റെ 2ാം ദിനവും ആവേശഭരിതമായിരുന്നു. പ്രമുഖ താരം പ്രിയങ്ക ചോപ്രയുൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് വേദിയിലെത്തി. സാങ്കേതിക വിദ്യയും മാധ്യമ ലോകവും കൈകോർക്കുന്ന മേളയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിർണായക ചർച്ചകളാണ് നടക്കുന്നത്. അബുദാബിയിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നുണ്ട്. അക്ഷയ്, എങ്ങനെ നടന്നു ഇന്നത്തെ സമ്മിറ്റ്? ഗൂഗിൾ, മെറ്റ, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് തുടങ്ങി ലോകത്തെ മീഡിയ കമ്പനികളെല്ലാം അണിനിരക്കുകയാണ് അബുദാബിയിൽ നടക്കുന്ന ബ്രിഡ്ജ് സമ്മിറ്റിൽ. ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ സംഗമമായി മാറുകയാണ് 130-ലധികം രാജ്യങ്ങളിൽ നിന്നായി 60,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ബ്രിഡ്ജ് സമ്മിറ്റ്. 2ാം ദിനം ശ്രദ്ധേയമായത് പ്രിയങ്ക ചോപ്രയുടെ സാന്നിധ്യമായിരുന്നു. അതിരുകൾക്കപ്പുറമുള്ള കഥ പറച്ചിൽ എന്ന വിഷയത്തോടെ വേദിയിലെത്തിയ പ്രിയങ്ക പറഞ്ഞു തുടങ്ങി. No, it's not the opportunities presented themselves to me. It's opportunities were taken away from me, so I had to pivot. അവസരങ്ങൾ തന്നെ തേടി വന്നില്ല, എനിക്ക് അവ സൃഷ്ടിക്കേണ്ടി വന്നു. സിനിമ, കരിയർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് പ്രിയങ്ക സംസാരിച്ചതെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനവും വെല്ലുവിളിയും എന്ന വിഷയവുമായി ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് പ്രതിനിധികൾ വേദിയിലെത്തി. പ്രമുഖ ടെക് കമ്പനികൾ തങ്ങളുടെ പുതിയ കണ്ടന്റ് ക്രിയേഷൻ ടൂളുകൾ അവതരിപ്പിക്കാനും മേള ഉപയോഗപ്പെടുത്തി. ബ്രിഡ്ജിലെത്തുന്ന സന്ദർശകർക്ക്, അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും മീഡിയ ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിലും, അവർക്ക് ഗൂഗിൾ, എക്സ്, സ്നാപ്ചാറ്റ്, ട്വിറ്റർ പോലെയുള്ള കമ്പനികളിലേക്ക് ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ബ്രിഡ്ജിനെ ഏറ്റവും വലിയ പ്രത്യേകത. ഗൂഗിളിൻ്റെ ഒരു പവലിയനിലാണ് ഞാനുള്ളത്. ഇവിടെ മലയാളികളാണ് ഗൂഗിളിൻ്റെ സർവീസും മറ്റു കാര്യങ്ങളും വിശദീകരിക്കാനുള്ളത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഹായ്, എന്താ പേര്? യൂനസ്. എവിടെ? നാട്ടിലെ എറണാകുളം. ഞാൻ പാലക്കാട് ഷോർണ. ഇപ്പം ബ്രിഡ്ജിലെ ഈ ഒരു ഗൂഗിളിൻ്റെ ഒരു പവലിയൻ, എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഞങ്ങൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾ എഡ്യൂക്കേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെമിനി, നാനോ ബനാന, നോട്ട്ബുക്കിലെല്ലാം അങ്ങനത്തെ കുറേ ടൂൾസ്. സമ്മിറ്റിന്റെ അവസാന ദിവസമായ നാളെ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മീഡിയ എന്ന വിഷയത്തിലൂന്നിയ സുപ്രധാന സെഷനുകളാണ് നടക്കുക. It's amazing. I mean, I've been meeting some amazing people from all over the world. I think that was the whole point of Bridge Summit. And I'm getting to understand how different industries are working, where are we growing together, what Abu Dhabi is doing for their different industries. നല്ലൊരു അവസരമാണ്. ഇറ്റ് വാസ് എ ഗുഡ് സ്പേസ് ടു ഇന്ററാക്ട് ആൻഡ് നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ. അബുദാബിയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ 1. സൗദിയിൽ നിന്ന് പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയക്കുന്ന പണമിടപാടിൽ വർധനവ്. കഴിഞ്ഞ ഒക്ടോബറിൽ 2% വർധനവ് രേഖപ്പെടുത്തിയതായി സൗദി ദേശീയ ബാങ്ക് വെളിപ്പെടുത്തി. 1370 കോടി റിയാലാണ് ഒക്ടോബറിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകിയത്. സൗദി ദേശീയ ബാങ്കായ സാമ പുറത്തുവിട്ട കണക്കുകളിലാണ് പ്രവാസികളുടെ പണമിടപാടിലെ വർധനവ് രേഖപ്പെടുത്തിയത്. 2025 ഒക്ടോബറിലെ കണക്കുകളിലാണ് വർധനവ്. സെപ്റ്റംബറിനെ അപേക്ഷിച്ച് 2% വർധനവാണ് രേഖപ്പെടുത്തിയത്. 31 കോടി റിയാൽ വർദ്ധിച്ച് 1370 കോടി റിയാലായി ഒക്ടോബറിൽ പണമിടപാട് ഉയർന്നു. എന്നാൽ 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 4% വർധനവും ഇക്കാലയളവിൽ രേഖപ്പെടുത്തി. സൗദിയിൽ പ്രവാസികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഗണ്യമായ വർധനവും മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലെ കറൻസികൾ ഡോളറിനെതിരിൽ ദുർബലമാകുന്നതും പണമിടപാടിൽ വർധനവിന് കാരണമാകുന്നതായി ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. മീഡിയ 1 ദമ്മാം. ഗൾഫ് മേഖലയിലെ പ്രമുഖ ടെക്നിക്കൽ ട്രേഡിംഗ് കമ്പനിയായ MITയും അമേരിക്കൻ വാട്ടർ കെമിക്കൽസ്
AWCയും തമ്മിൽ പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടു. ഇതോടെ ബഹ്റൈനിലെ AWCയുടെ ഔദ്യോഗിക വിതരണക്കാരായി MIT മാറും. മെംബ്രെയിൻ ട്രീറ്റ്മെന്റ് കെമിസ്ട്രിയിലും ഡിജിറ്റൽ ഒപ്റ്റിമൈസേഷൻ ടൂളുകളിലും ആഗോളതലത്തിൽ പ്രശസ്തരായ AWCയുമായാണ് MI ടെക്നിക്കൽ ട്രേഡിംഗ് കമ്പനി MIT ഗ്രൂപ്പ് പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചതോടെ ബഹ്റൈനിലെ AWCയുടെ ഔദ്യോഗിക വിതരണക്കാരായി MIT മാറും. ബഹ്റൈനിലെയും ഗൾഫ് മേഖലയിലെയും മുനിസിപ്പൽ വ്യാവസായിക ഉപഭോക്താക്കൾക്കായി ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള RO/NF കെമിക്കൽ സൊല്യൂഷനുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനാണ് സഹകരണം വഴി ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അഡ്വാൻസ്ഡ് മെംബ്രെയിൻ കെമിക്കലുകൾ, ഡാറ്റാധിഷ്ഠിത ഡയഗ്നോസ്റ്റിക് ടൂളുകൾ, പ്രത്യേക സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കും. ജലശുദ്ധീകരണം, ജലപുനരുപയോഗം, വ്യാവസായിക പ്രോസസ് വാട്ടർ എന്നിവയിലെ സങ്കീർണമായ വെല്ലുവിളികൾ പരിഹരിക്കാനും സഹകരണം ഉപകരിക്കുമെന്ന് MIT മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് PK പറഞ്ഞു. ഇന്ന് ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ 17 വർഷമായിട്ടുള്ള MI ടെക്നിക്കൽ ബഹ്റൈനിലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസിൽ അമേരിക്കൻ വാട്ടർ കെമിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു കൊളാബറേഷനാണ്. അപ്പോൾ വാട്ടർ ഇൻഡസ്ട്രിയിലെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, പ്രോഡക്ട്സ്, സർവീസസ്, സൊല്യൂഷൻസ് അത് ബഹ്റൈനിൽ മാർക്കറ്റ് ചെയ്യുക, അതിൻ്റെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇന്ന് മീഡിയ പേഴ്സൺസിൻ്റെ കൂടെ ഒരു കോൺഫറൻസ്, ഡീറ്റെയിൽസ്, ഡിസ്കഷൻസ്, ദെൻ ഞങ്ങൾ ബഹ്റൈൻ ഇൻഡസ്ട്രിക്ക് അമേരിക്കൻ വാട്ടർ കെമിക്കൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ ഈ 17 വർഷത്തെ പോലെ തന്നെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിനും എൻഡ് യൂസേഴ്സിനും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കുറഞ്ഞ OPEX, കൂടുതൽ വിശ്വസനീയമായ പ്രകടനം, ഉയർന്ന വീണ്ടെടുക്കൽ നിരക്കുകൾ എന്നിവ കൈവരിക്കാൻ ഓപ്പറേറ്റർമാരെ സഹായിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് AWC ഗ്ലോബൽ സെയിൽസ് ഡയറക്ടർ Matt Armstrong പറഞ്ഞു. So I'm Matt Armstrong, Global Sales Director for AWC, American Water Chemicals. So our whole kind of push is to try and change the industry. So we're trying to remove the conversation from just talking about the price of chemicals to say, okay, what value can we add? How can we save money? How can we save water, be more sustainable, help people achieve their ESG goals? So really, it's trying to re-educate our industry. എഞ്ചിനീയർമാർ, ഓപ്പറേറ്റർമാർ, EPC സ്ഥാപനങ്ങൾ, വ്യാവസായിക സംരംഭകർ എന്നിവർക്കായി പ്രത്യേക സാങ്കേതിക സെമിനാർ സംഘടിപ്പിക്കുമെന്നും MIT മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 ബഹ്റൈൻ. ദുബൈയിലെ ഹോട്ടലുകളിൽ കോൺടാക്ട്ലെസ് ചെക്ക് ഇൻ സംവിധാനം ഏർപ്പെടുത്തുന്നു. ഹോട്ടലിൽ എത്തുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ വഴി തിരിച്ചറിയൽ രേഖകൾ അപ്ലോഡ് ചെയ്ത് ചെക്ക് ഇൻ പൂർത്തിയാക്കുന്നതാണ് ഈ സംവിധാനം. ഒരിക്കൽ മാത്രമേ ഈ സംവിധാനത്തിൽ രേഖകൾ നൽകേണ്ടതുള്ളൂ. തിരിച്ചറിയൽ രേഖകളും ബയോമെട്രിക് വിവരങ്ങളും നൽകി ഒരിക്കൽ ചെക്ക് ഇൻ ചെയ്താൽ തിരിച്ചറിയൽ രേഖകളുടെ കാലാവധി തീരുന്നതുവരെ സ്ഥിരമായി ഹോട്ടൽ ചെക്ക് ഇൻ നടപടികൾ മൊബൈൽ ഫോൺ വഴി തന്നെ നിർവഹിക്കാമെന്നതാണ് പുതിയ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ദുബായ് സന്ദർശിക്കുന്ന ഓരോ സമയവും വിനോദസഞ്ചാരികൾ ഹോട്ടലിലെത്തി കൗണ്ടറിൽ ചെക്ക് ഇൻ നടപടികൾക്കായി ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാനാണ് ഈ സംവിധാനം. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ദുബൈയിലെ ഹോട്ടലുകളിലും ഹോളിഡേ ഹോമുകളിലും വൺ ടൈം കോൺടാക്ട്ലെസ് ചെക്ക് ഇൻ സംവിധാനം ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചത്. ദുബൈയിലെ ലോകോത്തര നിലവാരമുള്ള 820 ഹോട്ടലുകളിൽ ഈ സംവിധാനം ഉടൻ നിലവിൽ വരും. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ അൽറായ് പ്രദേശത്തുള്ള നിർമ്മാണ സൈറ്റിൽ ഇന്ന് രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 2 തൊഴിലാളികൾ മരണപ്പെട്ടു. ഫയർഫോഴ്സ് സംഘത്തിന്റെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മരണപ്പെട്ട തൊഴിലാളികളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അപകട കാരണം കണ്ടെത്താൻ ഫയർഫോഴ്സ് അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. തൊഴിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാത്തതാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാവുന്നതെന്ന് ഫയർഫോഴ്സിന്റെ PR ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗരീബ് മുന്നറിയിപ്പ് നൽകി. UAEയിൽ ജുമാ സമയം മാറുന്നു. പുതുവർഷം മുതൽ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45 ജുമാ കുതുബ ആരംഭിക്കുക. 2026 ജനുവരി 2 മുതൽ മാറ്റം നിലവിൽ വരും. രാജ്യത്തെ എല്ലാ പള്ളികളിലും പുതിയ സമയക്രമം പാലിച്ചായിരിക്കും വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുക. UAE മതകാര്യ വകുപ്പിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ജുമാ സമയത്തിലെ മാറ്റം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ എല്ലായിടത്തെയും പള്ളികളിൽ അടുത്ത മാസം 2 മുതലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയം മാറുക. ഉച്ചയ്ക്ക് 12:45 ജുമാ കുത്തുബ ആരംഭിക്കും. പുതിയ സമയമനുസരിച്ച് വിശ്വാസികൾ നേരത്തെ പള്ളിയിലെത്തണമെന്ന് മതകാര്യ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. 2022 ജനുവരി 1 UAEയിലെ വിവിധ എമിറേറ്റുകളിൽ ജുമാ സമയം ഏകീകരിച്ചത്.
ഇതനുസരിച്ച് നിലവിൽ ഷാർജ ഒഴികെയുള്ള എമിറേറ്റുകളിൽ ഉച്ചയ്ക്ക് 1:15 ജുമുഅ പ്രഭാഷണം ആരംഭിക്കുന്നത്. ഇത് അരമണിക്കൂർ നേരത്തെയാക്കിയാണ് പുതുക്കിയ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. മീഡിയ 1 ദുബായ്. ദുബൈയിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണാനന്തര നടപടികൾ എളുപ്പമാക്കാൻ പുതിയ സംവിധാനം. ഇതിനായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ഏകീകൃത പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ചു. ജാബർ എന്ന പേരിലാണ് പുതിയ സംവിധാനം. മരണപ്പെട്ടവരുടെ രേഖകൾ ശരിയാക്കാൻ ബന്ധുക്കൾ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാനാണ് ദുബൈയിൽ ജാബർ എന്ന ഏകീകൃത സംവിധാനം ആരംഭിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിനായി പ്രത്യേകമായി ഒരു സർക്കാർ ഓഫീസർ സേവനത്തിന് രംഗത്തുണ്ടാകും. ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചാൽ പുതിയ സംവിധാനത്തിൽ ഓട്ടോമാറ്റിക്കായി തന്നെ മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പിലേക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോകും. 22 സർക്കാർ വകുപ്പുകളാണ് പുതിയ സംവിധാനത്തിന് കീഴിൽ ഏകീകരിക്കുക. മയ്യത്ത് പരിപാലനം, ഖബറടക്കം എന്നീ ചടങ്ങുകൾക്കുമായി 130-ലധികം സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കും. മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ വിയോഗത്തിൽ കുട്ടികൾക്ക് കൈത്താങ്ങാകാൻ 230 സ്കൂൾ കൗൺസിലർമാരുടെ സേവനം ഈ സംവിധാനത്തിലുണ്ടാകും. ബന്ധുമിത്രാദികളെ അനുശോചനം അറിയിക്കാനും ഒത്തുചേരാനും 70 സ്ഥലങ്ങളിൽ പ്രത്യേക ടെന്റുകൾ സജ്ജമാക്കും. പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാനും ഈ സംവിധാനം സഹായകമാകുമെന്നാണ് വിലയിരുത്തുന്നത്. മീഡിയ 1 ദുബായ്. ജിദ്ദയിൽ തിമിർത്ത് പെയ്ത മഴയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ഉയർന്നു. കനത്ത മഴയ്ക്ക് പിന്നാലെ വിമാന സർവീസുകളിൽ ചിലത് വൈകുന്നുണ്ട്. റോഡ് ഗതാഗതവും പലയിടത്തും താറുമാറായി. കനത്ത മഴയാണ് ഉച്ചയോടെ ജിദ്ദയിൽ പെയ്തത്. മഴ തോരാതെ നീണ്ടതോടെ റോഡുകളിൽ വെള്ളം നിറഞ്ഞു. ഉച്ചയോടെ നഗരത്തിലെ വിവിധ വഴികളിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വാഹനങ്ങൾ പിറകിലിടിച്ചു. മഴ കടുത്തതോടെ അബ്ഹൂർ പ്രദേശങ്ങൾ വെള്ളം കയറി. വാഹനങ്ങൾ പലതും വെള്ളത്തിൽ മുങ്ങി. കാരണം ഇന്ന് ഓഫീസിൽ നിന്നൊക്കെ നേരത്തെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12:30 തന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കര കനത്തമായിട്ടുള്ള മഴയാണ് ഇന്ന് ജിദ്ദയിൽ ഉണ്ടായിരുന്നത്. റോഡിലൊക്കെ ഭയങ്കര വെള്ളം. ഇന്ന് സാധാരണ ഒരു അരമണിക്കൂർ ഉണ്ടാകുന്ന യാത്ര വീട്ടിലേക്ക് ഇന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുത്തിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. ജിദ്ദയിൽ നിന്നുള്ള വിവിധ വിമാന സർവീസുകളെയും മഴ ബാധിച്ചിട്ടുണ്ട്. യാത്രക്കാർ വിമാന കമ്പനികളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ഏറിയും കുറഞ്ഞും 5 മണിക്കൂർ മഴ നീണ്ടു. ഇതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഇടമായി ജിദ്ദ മാറി. ഇന്ത്യൻ എംബസി സ്കൂൾ ഉൾപ്പെടെ മഴയെ തുടർന്ന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഹാഇൽ, മദീന, അൽ ഖസീം പ്രവിശ്യകളുടെ ഭാഗങ്ങളിലും മഴയെത്തിയിട്ടുണ്ട്. റിയാദ് പ്രവിശ്യയുടെ ചില പ്രദേശങ്ങളിലും ശക്തമല്ലാത്ത മഴയെത്തി. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. സൗദിയിലെ മദീന പ്രവിശ്യയിലുള്ള യാംബൂവിൽ ഭീതി വിതച്ച് കാറ്റും മഴയുമെത്തി. ഇന്നലെ വൈകുന്നേരം മുതൽ ആഞ്ഞു വീശിയ കാറ്റിന് പിന്നാലെ ചില സ്ഥാപനങ്ങളുടെ മേൽക്കൂര നിലംപൊത്തി. നിരവധി വാഹനങ്ങൾ തകർന്നു. വെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയവരെ ജനങ്ങൾ രംഗത്തിറങ്ങി രക്ഷപ്പെടുത്തി. പത്തു വർഷത്തിനിടയിൽ വ്യവസായ മേഖലയായ യാംബു കണ്ടത് കൊടുങ്കാറ്റിന് സമാനമായ സ്ഥിതി. കാറ്റിനും മിനിറ്റുകൾ നീണ്ട കനത്ത മഴയ്ക്കും പിന്നാലെ ടൊയോട്ട ഏരിയയിലെ സ്ഥാപനത്തിലെ മേൽക്കൂരയിലൊന്ന് നിലംപൊത്തി. നിരവധി വാഹനങ്ങൾ തകർന്നു. മഴയ്ക്ക് പിന്നാലെ പല ഭാഗത്തും വെള്ളമുയർന്നു. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മഴ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത്രയും വലിയൊരു ശക്തമായ മഴ, ഒരുപാട് നാശനഷ്ടങ്ങളും. ഞാൻ നിൽക്കുന്ന ഭാഗത്ത്, ഞാനിവിടെ റോയൽ കമ്മീഷനിലാണ് നിൽക്കുന്നത്. ആ ഭാഗത്ത് യാംബു ടൗണിൽ ഒരുപാട് ആളുകൾക്ക് സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലുകളുടെ ചില്ലുകൾ തകർത്തെത്തിയ കാറ്റിന്റെ ആഘാതം കാണിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. പലയിടത്തും വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി. നല്ല കാറ്റും പറഞ്ഞാൽ നല്ല ശക്തമായ കാറ്റും പൊടിയും എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ ഇതിന്റെ റോഡിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ മറിഞ്ഞുകൊണ്ട് വാഹനങ്ങളുടെ മേലൊക്കെ മറിഞ്ഞുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോഡിലൊക്കെ നിറയെ വെള്ളമാണ്. അപകടത്തിൽപ്പെട്ടവരെ സിവിൽ ഡിഫൻസും ജനങ്ങളും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. നിയാസ് യൂസഫ്, മീഡിയ 1 യാംബു.
ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലായ ICGS സാർത്ഥക് കുവൈറ്റിലെത്തി. ഇന്ന് രാവിലെ ഷുവൈറ്റ് തുറമുഖത്ത് കപ്പലിനെ സ്കൂൾ കുട്ടികൾ ഇന്ത്യൻ ത്രിവർണ്ണ പതാക വീശി സ്വീകരിച്ചു. ഈ മാസം 12 വരെ കപ്പൽ കുവൈറ്റിൽ തുടരും. ഇന്ത്യ കുവൈറ്റ് നാവിക തീരസംരക്ഷണ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് കപ്പലിന്റെ സൗഹൃദ സന്ദർശനം. സന്ദർശന കാലയളവിൽ സാർത്ഥക്കിലെ ഉദ്യോഗസ്ഥർ കുവൈറ്റ് നാവികസേനയുമായി ചേർന്ന് സംയുക്ത നാവികാഭ്യാസവും നടത്തും. സൗദിയുമായുള്ള സാംസ്കാരിക വിനിമയത്തിന് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ മുതൽക്കൂട്ടാവുമെന്ന് ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ അജാസ് ഖാൻ. ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന ഇന്ത്യ നൈറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ സിനിമാ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നെത്തിയ സിനിമാ ഡയറക്ടർ മുസഫർ അലി ഉൾപ്പെടെ താരങ്ങൾ പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇന്ത്യ നൈറ്റ്. ഇന്ത്യ സൗദി പങ്കാളിത്തത്തിന് കലയും സിനിമയും ശക്തി പകരുന്ന വേദിയാണ് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ എന്ന് ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ അജാസ് ഖാൻ പറഞ്ഞു. India and Saudi Arabia share a long-standing relationship built on friendship, mutual respect and growing cultural exchanges. Through initiatives such as this festival, our two countries continue to discover new avenues for creative dialogue and cooperation. The opportunities for collaborations in cinema are vast, from co-production to talent exchanges, technology partnerships and joint ventures. India's vibrant film industry offers immense expertise and experience. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദ ബന്ധത്തിൽ സർഗാത്മകതയുടെ പാലമാവാൻ ഫെസ്റ്റിവലിന് സാധിച്ചെന്ന് കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. On this extraordinary evening, where hearts meet before cultures and the arts converse in a language that transcends borders, we celebrate together a bridge of creativity linking India and the kingdom. To speak more about this growing partnership between India and the festival, as well as the broader cultural engagement. ഇന്ത്യയിൽ നിന്നെത്തിയ കലാകാരന്മാരുടെ സംഗീത വിരുന്നും ചടങ്ങിന്റെ ഭാഗമായി. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, NFDC എന്നിവയുടെ സഹകരണത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മീഡിയ 1 ജിദ്ദ. സൗദി ഫുട്ബോൾ ക്ലബായ അൽ അലി താരം ഇവാൻ ടോണി ലണ്ടനിൽ അറസ്റ്റിലായി. നിശാ ക്ലബിൽ വെച്ച് ആരാധകനുമായി ഉണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് പിടിയിലായത്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആരാധകന്റെ മൂക്കിടിച്ചു പൊട്ടിച്ചുവെന്നാണ് പരാതി. താരത്തെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ആരാധകനെതിരെ ആക്രമണം നടത്തിയ കുറ്റത്തിനാണ് ഇവാൻ ടോണി അറസ്റ്റിലായത്. സൗദി ഫുട്ബോൾ ക്ലബായ അൽ അഹ്ലിയുടെ ഇംഗ്ലീഷ് സ്ട്രൈക്കറാണ് ടോണി. നിശാ ക്ലബിൽ വെച്ചായിരുന്നു സംഘർഷം. താരത്തെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ലണ്ടനിലെ നിശാ ക്ലബിൽ ടോണിയെ തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാർ താരത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും കഴുത്തിലൂടെ കൈയിടുകയുമായിരുന്നു. ഇതിൽ പ്രകോപിതനായ താരം ആരാധകന്റെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് പരാതി. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ടോണിയെ അറസ്റ്റ് ചെയ്തു. താരത്തിനെതിരെ ആക്രമണ കുറ്റം ഉൾപ്പെടെ 3 കേസുകളും ചുമത്തി. ജാമ്യത്തിൽ വിട്ടയച്ച ടോണിക്കെതിരായുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സംഭവത്തിന് ശേഷം താരം അൽ അഹ്ലിയുടെ പരിശീലനത്തിൽ സാധാരണ പോലെ പങ്കെടുത്തിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിലെ ഹിമാം ട്രയൽ റൺ റേസിന്റെ 6ാം എഡിഷൻ ഡിസംബർ 11 മുതൽ 13 വരെ നടക്കും. അൽഹജർ പർവ്വത നിരകളിലാണ് റേസ്. 68 രാജ്യങ്ങളിൽ നിന്ന് 4500 ഓട്ടക്കാർ റേസിന്റെ ഭാഗമാകും. ഒമാനിലെ ഹിമൻ ട്രയലിന്റെ പുതിയ സീസണിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 4500 മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഡിസംബർ 11 മുതൽ 13 വരെ 3 ദിവസങ്ങളിലായാണ് മത്സരം. അൽഹജർ പർവ്വതനിരകളുടെ ദുർഘട ഭൂപ്രദേശത്താണ് മത്സരം നടക്കുന്നത്. ഇതിനായുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണ്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അൽഹജർ അൾട്രാ 120 കിലോമീറ്റർ മത്സരത്തോടെയാണ് പരമ്പര തുടക്കമാകുന്നത്. അൽഹംറയിൽ നിന്ന് ആരംഭിച്ച് ജബൽ അഖ്ദറിലെ പർവ്വത പാതകൾ കയറി ബിർക്കത്തൽ മൗസിലേക്ക് ഇറങ്ങുന്നതാണ് മത്സരം. കുത്തനെയുള്ള ഉയരം കൂടിയ മലയിടുക്കുകൾ, ഇടുങ്ങിയ പാതകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക പാതകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇവ. വെള്ളിയാഴ്ച ഇസ്കിയിൽ നിന്ന് 60 കിലോമീറ്റർ സ്കൈ വാർഡ് കന്യാണ് ആരംഭിക്കും. നിസ്വയിൽ പുതുതായി അവതരിപ്പിക്കുന്ന 35 കിലോമീറ്റർ ഓൾഡ് ക്യാപിറ്റൽ ട്രയലും ഈ ദിവസം നടക്കും. ഉച്ചക്ക് ബിർക്കത്തൽ മൗസിൽ നിന്ന് സീനിക് സ്പ്രിന്റ് 20 കിലോമീറ്റർ ആരംഭിക്കും. ഹിമോൺ ട്രയൽ റണ്ണേഴ്സ് കായിക മേഖലയിൽ മാത്രമല്ല, വിനോദസഞ്ചാരത്തിനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്കും പിന്തുണ നൽകുന്നത് കൂടിയാണ്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെയും അത്ലറ്റുകളെയും ഇതിലൂടെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ്.
മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ എഡിഷന് ജിദ്ദ ഒരുങ്ങുന്നു. ജനുവരി 24 ജിദ്ദ റിറ്റ്സ് കാൾട്ടനാകും വേദി. വിവിധ സെഷനുകളിലായി പ്രമുഖർ സമ്മിറ്റിലെത്തും. സൗദിയിലെ പ്രവാസികളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നതാകും ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ജിദ്ദ എഡിഷൻ. സൗദിയിലെ മലയാളി ബിസിനസ്സുകാരുടെ കൂടിക്കാഴ്ചയ്ക്കും സമ്മിറ്റ് വേദിയാകും. സൗദിയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി സംരംഭകരുള്ള നഗരമായ ജിദ്ദ ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംഗമത്തിന് ഒരുങ്ങുകയാണ്. ബിസിനസ് സമൂഹത്തിന്റെ പ്രൗഢമുഖങ്ങൾ സംബന്ധിക്കുന്ന ഈ സംഗമത്തിന്റെ ലോഞ്ചിംഗ് വ്യവസായ പ്രമുഖനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസുഫ് അലി നിർവഹിച്ചിരുന്നു. സൗദി അറേബ്യയിലെ പുതിയ നിക്ഷേപ സാധ്യതകൾക്കൊപ്പം വന്ന മാറ്റങ്ങളും അതിലേക്ക് പ്രവാസി സംരംഭകർ നടത്തുന്ന തയ്യാറെടുപ്പുകളും ഫ്യൂച്ചർ സമ്മിറ്റ് ചർച്ച ചെയ്യും. സൗദിയിലേക്ക് ബിസിനസ് ആഗ്രഹിക്കുന്ന നാട്ടിലുള്ളവരും പരിപാടിയിലെത്തും. സൗദിയിലെ വിവിധ നഗരങ്ങളിലെ ബിസിനസ്സുകാർക്ക് പരസ്പരം കാണാനും ചർച്ചക്കും കൂടി വേദിയാകും ഫ്യൂച്ചർ സമ്മിറ്റ്. അറബ് കൺസൾട്ട് ഹൗസ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ മുഖ്യ പ്രായോജകരാകും. ഈ പുതിയ തലമുറക്ക് ഒരു സർവീസ് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കൂടെ സഞ്ചരിക്കുന്നതിനും ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പുതിയ തലമുറയുടെ മാറിയ സാഹചര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഈ രാജ്യത്തെ ബിസിനസ് എങ്ങോട്ടാണ് പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ ആ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. തലസ്ഥാനമായ റിയാദും വ്യവസായ നഗരമായ കിഴക്കൻ പ്രവിശ്യയും ഏറ്റെടുത്ത ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പ്രൗഢമായ അടുത്ത വേദിയാണ് മക്ക പ്രവിശ്യയിലെ ജിദ്ദ. ലീഡർഷിപ്പ് ട്രെയിനിംഗ്, സൗദിയിലെ സക്സസ് സ്റ്റോറികൾ, സാമ്പത്തിക അച്ചടക്ക പാഠങ്ങൾ, സൗദി വിഷൻ 2030, ആധുനിക സൗദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പ്രീമിയം ബിസിനസ്സുകാരുമായുള്ള നെറ്റ്വർക്കിംഗ്, പുതിയ ധനസമ്പാദന മേഖലകൾ തുടങ്ങി വിവിധ സെഷനുകളും ഇതിന്റെ ഭാഗമാകും. ബിസിനസ്സുകാരുടെ പ്രൊഡക്റ്റ് ആക്ടിവേഷൻ സോണും ഈ പരിപാടിയിലുണ്ടാകും. ബിസിനസ് രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൊയ്തവർക്ക് അവാർഡുകളും സമ്മാനിക്കും. സൗദിയിലെ ബിസിനസ്സുകാർക്കും അതാഗ്രഹിക്കുന്നവർക്കും ബിസിനസ് വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പഠിക്കാവുന്നതാകും ഉള്ളടക്കം. രജിസ്ട്രേഷൻ ഉടൻ പ്രഖ്യാപിക്കും. രജിസ്ട്രേഷൻ മുഖേന നിശ്ചിത എണ്ണം പേർക്ക് മാത്രമാകും ജിദ്ദ എഡിഷനിലേക്ക് പ്രവേശനം. മീഡിയ 1 ജിദ്ദ. അബുദാബിയിലെ അൽഡ്രീം ഐലൻഡിൽ തീപിടുത്തം. ഇന്ന് വൈകുന്നേരമാണ് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തീപിടുത്തമുണ്ടായ മേഖലയിൽ താമസിച്ചിരുന്നവരെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആളപായമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ടില്ല. ബഹ്റൈന്റെ 50ാം ദേശീയ ദിനം പ്രമാണിച്ചുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 16, 17, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലായിരിക്കും അവധി. മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ അവധിയായിരിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം സംഘടിപ്പിച്ച ഗിയാബ് DLF സാഹിത്യോത്സവം സമാപിച്ചു. അബുഹമൂർ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലായിരുന്നു പരിപാടി. സാംസ്കാരിക കലാമേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. വേദനയിൽ നിന്ന് ഉണ്ടാകുന്ന സാഹിത്യം, കല നമ്മളെ വേദനിപ്പിക്കുകയല്ല, മറിച്ച് ആ വേദന നമുക്ക് വളരെ ഹൃദ്യമായി അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. സാഹിത്യത്തിൻ്റെയും സംവാദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും 2 നാൾ നീണ്ട ആഘോഷത്തിനാണ് ദോഹയിൽ തിരശ്ശീല വീണത്. എഴുത്തുകാരൻ KEN കുഞ്ഞഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു. കവി KT സൂപ്പി, എഴുത്തുകാരൻ ഡോക്ടർ അശോക് ഡിക്രൂസ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. വിവിധ സംവാദ സെഷനുകൾ സ്മിത ആദർശ്, സുബൈർ വെള്ളിയോട്, ഷംല ജാഫർ, ഷെമിന ഹിഷാം എന്നിവർ നിയന്ത്രിച്ചു. സ്വപ്ന ഇബ്രാഹിമിൻ്റെ പർവ്വതങ്ങൾ കീഴടക്കിയ പെൺകുട്ടിയടക്കം 7 പുസ്തകങ്ങൾ വേദിയിൽ പ്രകാശിതമായി. സമീർ ബിൻസി, ഇമാം മജ്ബൂർ സംഘമൊരുക്കിയ സംഗീത നിശയോടെയാണ് സാഹിത്യോത്സവത്തിന് തിരശ്ശീല വീണത്. സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് P ഹമീദ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സാബു KC, ഹുസൈൻ കടന്നമണ്ണ, തൻസീം കുറ്റ്യേടി തുടങ്ങിയവർ സംസാരിച്ചു. നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി അബ്രഹാം ജോസഫ്, ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. ദോഹയിലെ ശാന്തി നികേതൻ ഇന്ത്യൻ സ്കൂൾ കാർണിവൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി.
ആഗോള രുചിവൈവിധ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമം എന്ന പ്രമേയത്തിലായിരുന്നു കാർണിവൽ. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഫസ്റ്റ് സ്കൂൾസ് വിദഗ്ധൻ അലി യൂസുഫ് അൽ തമീമി, സീനിയർ എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒസാമ അബാബ്നെ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ തീമുകളിൽ 40 സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. നല്ല പ്രോഗ്രാമാണ്. ലാസ്റ്റ് ടൈമിലായിട്ട് കുറച്ചും കൂടി വലിയ സ്റ്റേജും പരിപാടിയും ഒക്കെ ഉണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്ത് കുറേ അങ്ങനെയൊക്കെ നല്ല രസമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഫുൾ ഫണ്ണായിരുന്നു. പരിപാടി ഉഷാറാണ്. എൻ്റെ 3 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 3ാമത്തെ ആളാണ് സ്റ്റാൾ ഇട്ടത്. ഒരു വെറൈറ്റി പ്രോഗ്രാമാണ്. കാർണിവൽ, പാരൻസ് ഫെസ്റ്റ്, ചിൽഡ്രൻ ഫെസ്റ്റ് എല്ലാം കൂടെ ഒന്നായിട്ട്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് അഹമ്മദ്, മാനേജിംഗ് ഡയറക്ടർ KC അബ്ദുൽ ലത്തീഫ്, പ്രിൻസിപ്പൽ റഫീഖ് റഹീം, EP അബ്ദുറഹ്മാൻ, RS അബ്ദുൽ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മീഡിയ 1, ദോഹ. ഡിറ്റ്വ ചുഴലിക്കാറ്റിലും പ്രളയത്തിലും കനത്ത നാശം. ശ്രീലങ്കയ്ക്ക് ലുലു ഗ്രൂപ്പിന്റെ $1,00,000 സഹായം അബുദാബി ശ്രീലങ്കൻ എംബസിയിലെത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അംബാസിഡർക്ക് ചെക്ക് കൈമാറി. പുനരധിവാസത്തിനായി എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അംബാസിഡർ അരുഷ കൊരയെ യൂസഫ് അലി അറിയിച്ചു. സൗദിയിലെ അൽ ഉല ഹെഗ്ര റിസർവിലേക്ക് 37 വന്യജീവികളെ വിട്ടയച്ചു. മൗണ്ടെയിൻ എബെക്സ്, സാൻ ഗസലുകൾ തുടങ്ങിയവയാണ് തുറന്നുവിട്ടത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. 37 വന്യജീവികളെയാണ് അൽ ഉല ഹെഗ്ര റിസർവിലേക്ക് തുറന്നുവിട്ടത്. നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ്, റോയൽ കമ്മീഷൻ ഫോർ അൽ ഉല എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. 6 മൗണ്ടൻ ഐബെക്സ്, 20 സാൻഡ് ഗസലുകൾ, 6 ഇഡ്മി ഗസലുകൾ, 5 ഒട്ടകപ്പക്ഷികൾ, കുന്നുകളിലും മരുഭൂപ്രദേശങ്ങളിലും കാണപ്പെടുന്ന മാനുകളെയുമാണ് തുറന്നുവിട്ടത്. വംശനാശ ഭീഷണി നേരിടുന്ന തദ്ദേശീയ ജീവിവർഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അനുയോജ്യമായ പ്രകൃതിദത്ത പരിസ്ഥിതികളിൽ ജീവികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി തുലനം ശക്തിപ്പെടുത്തുക, ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണം, ജീവജാലങ്ങളെ നിലനിർത്തൽ തുടങ്ങിയവയുടെ ഭാഗമായി അൽ ഉല ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള മീഡിയ 1 ഡെസ്റ്റിനേഷൻസിന്റെ ഉത്തരേന്ത്യൻ പഠനയാത്ര ക്യാമ്പസ് പാക്കിങ്ങിന് തുടക്കമായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മീഡിയ 1 ഡെസ്റ്റിനേഷൻസ് ഇൻചാർജ് മുജീബ് റഹ്മാൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മീഡിയ 1 അക്കാദമി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എക്സിക്യൂട്ടീവ് മാനേജർ റസലാണ് യാത്ര നയിക്കുന്നത്. 50ഓളം പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ ഡൽഹി, ആഗ്ര, കുളു, മണാലി, കസോൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. മറ്റു ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർ ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. അടിയന്തര സാഹചര്യത്തിൽ 112 എന്ന ഹോട്ട്ലൈനിൽ ബന്ധപ്പെടാം. ബൈക്ക് യാത്രക്കാർ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് റോയൽ ഒമാൻ പോലീസ്. അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നതിനും സ്റ്റണ്ട് നടത്തുന്നതിനും വിലക്ക്. ദുബൈയിലെ യുണൈറ്റഡ് PRO അസോസിയേഷന്റെ ദേശീയ ദിനാഘോഷ പരിപാടികൾ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കുടകൾ ചേർത്ത് വച്ചൊരുക്കിയ ഭീമൻ UAE ദേശീയ പതാക ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രത്യേകതയായിരുന്നു. ആഗോളതലത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഫേസ് X ടോക്ക് ഷോയിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 8, 9, 10 ക്ലാസ്സിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് അവസരം. വിദ്യാർത്ഥികൾ അയക്കുന്ന 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളിൽ നിന്നായിരിക്കും സെലക്ഷൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20യിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 101 റൺസിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. 176 റൺസിന് ലക്ഷ്യമിട്ടിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 74 റൺസിന് എല്ലാവരും പുറത്തായി. 7 പേർക്ക് 2 അക്കം കാണാനായില്ല. 59 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ മികച്ച സ്കോർ നേടിയത്.